നോമ്പ് കാലത്തെ 3 തൂണുകളായ പ്രാർത്ഥനയും ദാനധർമ്മവും ഉപവാസവും നമ്മുടെ ജീവിതത്തെ ഈ 10-ാം ദിവസവും നവീകരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം പോലെ തന്നെ പ്രധാനമാണ് സഹോദരങ്ങളോടുള്ള സ്നേഹവും. നമ്മൾ അർപ്പിക്കുന്ന ബലികൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ വിദ്വേഷം ഉണ്ടാകാൻ ഒട്ടും പാടില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നമുക്ക് ദൈവകൃപയിൽ വളരാൻ കഴിയില്ല. നീരസവും പകയും നമ്മുടെ ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്തുന്നു. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് ഒരു വലിയ പുണ്യമാണ്. മറ്റൊരാളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരായിത്തീരുന്നു. സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. കലഹങ്ങൾ അവസാനിപ്പിച്ച് ഐക്യത്തോടെ ജീവിക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. മത്തായി 5-ാം അധ്യായം 24-ാം വാക്യം. അനുരഞ്ജനം എന്നത് ഒരു പുതിയ തുടക്കമാണ്. മറ്റുള്ളവരോട് പിണങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി കുറയുന്നു എന്ന് നാം തിരിച്ചറിയണം. വിദ്വേഷത്തിൻ്റെ മതിലുകൾ തകർത്ത് സ്നേഹത്തിൻ്റെ പാലങ്ങൾ നാം അനുദിനം പണിയണം. എളിമയുള്ള ഹൃദയത്തിൽ മാത്രമേ പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിയൂ. ഈ നോമ്പുകാലം നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാനുള്ള വേറൊരു അവസരം പിതാവായ ദൈവം നൽകിയിരിക്കുകയാണ്. ക്രിസ്തു കുരിശിൽ വെച്ച് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് മാതൃകയാകട്ടെ. സാഹോദര്യം തകർക്കുന്ന വാക്കുകളും പ്രവൃത്തികളും നാം പാടെ ഉപേക്ഷിക്കണം. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ പരസ്പരം ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. സ്നേഹമുള്ള കുടുംബങ്ങളും സമൂഹവുമാണ് സഭയുടെ കരുത്ത്. ഹൃദയശുദ്ധിയോടെ ഈ നോമ്പുകാലം നമുക്ക് അർത്ഥപൂർണമാക്കാം. സമാധാനത്തിൻ്റെ വക്താക്കളായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.